സകല മനുഷ്യരുടെ പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇന്ന് മറ്റൊരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത്, മറ്റൊരാളെ കൊണ്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ എം അക്ബറിന്റെ തിരിച്ചെന്തക്കളും ഒന്നും സംസാരിക്കുന്നില്ല. അദ്ദേഹം കണ്ടു കാണില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തോ ആയിക്കോട്ടെ. ഇന്നത്തെ വിഷയം ആരിസ് മദനിയാണ്. ക്ലബ് ഹൗസിലൊക്കെ വന്ന് ഒരുപാട് ചർച്ചകൾ നടത്തി. അതുകൂടാതെ നേരത്തെ നമ്മുടെ TF-നോട് മറുപടി പറഞ്ഞ് പൂർണ്ണമായിട്ടും മറുപടി ഇല്ലാന്ന് കണ്ടപ്പോൾ കേസ് കൊടുത്ത് അതിൽ നിന്ന് രക്ഷപ്പെട്ട ആരിസ് മദനി. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ക്ലബ് ഹൗസിലൊക്കെ ഉള്ളവർക്കും അത്യാവശ്യം യൂട്യൂബിലൊക്കെ ഉള്ളവർക്കും അറിയാം അദ്ദേഹത്തെ പറ്റി. ഇന്ന് അദ്ദേഹത്തെ എടുക്കുന്നതിന്റെ പ്രധാന കാരണം, അദ്ദേഹത്തിന് ഒരു മറുപടി കൊടുക്കാനുള്ള അതിന്റെ പ്രധാന കാരണം, ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു 4 വർഷമായിട്ട് ഒരു മുസ്ലിം സഹോദരൻ ഒരു പുസ്തകമൊക്കെ എഴുതുകയും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഒരു വാഹനം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നടക്കുന്നു. നമ്മുടെ പഴയ ഈ കൈവണ്ടി എന്നൊക്കെ പറയുന്ന, ഞങ്ങളുടെയൊക്കെ നാടുകളിൽ പറയുന്ന കൈവണ്ടി എന്ന് പറയുന്ന, കാരണം ഒരു കൂടാരം പോലെ കെട്ടി അതിൻ്റെ അകത്ത് അദ്ദേഹം നിന്നുകൊണ്ട് നടന്ന് സന്ദേശം അറിയിച്ചു പോവുകയാണ്. അങ്ങനെ സന്ദേശം അറിയിച്ചു പോകുന്ന കൂട്ടത്തിൽ ആരിസ് മദനിയുടെ അടുത്തും ഇദ്ദേഹം ചെന്നു. ഒരു ദിവസം അവിടെ കിടക്കുകയൊക്കെ ചെയ്തു എന്ന് ആരിസ് മദനി ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ സർവമത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മതസൗഹാർദ്ദമാണ് ഇദ്ദേഹം ആഗ്രഹിക്കുന്നത്. ആര്? ഈ വാഹനവും വലിച്ചുകൊണ്ട് പോകുന്ന അദ്ദേഹം ആഗ്രഹിക്കുന്നത് മതസൗഹാർദ്ദം തന്നെയാണ്. ആ മതസൗഹാർദ്ദത്തിന്റെ അകത്ത് അള്ളാഹു എന്ന പേരൊക്കെ അങ്ങോട്ട് മാറ്റി വേറെ പേരൊക്കെ വെച്ച് ഒരു പുസ്തകമൊക്കെ എഴുതുകയൊക്കെ ചെയ്തു. വളരെ നല്ല രീതിയിലൊക്കെ പുസ്തകമൊക്കെ എഴുതി എന്നൊക്കെയാണ് അവർ പറയുന്നത്. എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പുസ്തകം എൻ്റെ കിട്ടിയിട്ടില്ല. ഞാൻ അതിനു വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കിട്ടുവാണെന്നുണ്ടെങ്കിൽ നമുക്കതും നല്ലൊരു പുസ്തകമായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ഈ അവിടെ കടന്നു ചെന്ന ആളുമായിട്ട് ആരിസ് മദനി സംസാരിക്കുന്ന കൂട്ടത്തിൽ ബൈബിളിന്റെ വിഷയവും ഇദ്ദേഹം ബൈബിളിൻ്റെ അകത്തുനിന്ന് കുറച്ച് വാക്യങ്ങളും ഭഗവത്ഗീത, മനുസ്മൃതി ഇതിൽ നിന്നെല്ലാം എടുത്തു വെച്ചുകൊണ്ടാണ് ഈ വാഹനം വലിച്ചുകൊണ്ട് പോകുന്നയാള് ബുക്ക് എഴുതിയിരിക്കുന്നത്, ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് വെച്ചുകൊണ്ട് ആരിസ് മദനി അദ്ദേഹത്തോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു. ബൈബിളിനെ ആധാരമാക്കി ചില ചോദ്യം ചോദിച്ചു. അതിനുള്ള മറുപടിയും അദ്ദേഹം തിരിച്ചു പറയുന്നുണ്ട്. എന്നാൽ ആരിസ് മദനി അതിനുശേഷം ഇന്നിപ്പോൾ ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന ബൈബിളും ഈസ ഇറക്കി കൊടുത്ത ഇഞ്ചിയിലും രണ്ടാണെന്ന് പറയുന്നുണ്ട്. യേശു ഈസയായിട്ട് ഒരു ബന്ധമില്ല എന്നുള്ളത് ഹാരിസിനോട് ആദ്യമേ പറയട്ടെ. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ഈ തള്ളിക്കളയുന്ന ബൈബിളിന്റെ അകത്തുനിന്ന് തന്നെ വേണമല്ലോ നിങ്ങളുടെ പ്രവാചകനെ നേരെ നിർത്താൻ. അത് വേറൊരു വശവും കൂടെ ഉണ്ട്. അതുകൂടെ ഹാരിസ് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ ഇദ്ദേഹത്തോട്, ഈ വാഹനം വലിച്ചുകൊണ്ട് വന്ന ആളിനോട് ഹാരിസ് ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. നാഥനിൽ നിന്ന് ലഭിച്ചിട്ടുള്ളതാണെന്നാണ്. അപ്പം ഞാൻ ചോദിച്ചു, ബൈബിള് അത് സർവശക്തനായ അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതാണെന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി നിങ്ങൾക്കൊന്ന് കേട്ടു നോക്കാം. ഇപ്പൊ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ബൈബിൾ അത് സത്യവേദ പുസ്തകം നിങ്ങളും വിശ്വസിക്കുന്നുണ്ട്? പറഞ്ഞ കാര്യങ്ങളല്ലേ അതിലുള്ളത്. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? വിശ്വസിക്കണ്ടേ? വിശ്വസിക്കുന്നുണ്ടോ? ഇല്ലേ? ഉണ്ടല്ലോ. ഭഗവത്ഗീത അത് ഏത് പ്രവാചകനോട്? അത് ഏതെങ്കിലും ഒരു പ്രവാചകനായിരിക്കും. നമുക്കറിയില്ല. 5000 വർഷം മുൻപ് ഏത് പ്രവാചകൻ ആളുടെ ന്യൂസിലൊക്കെ നമുക്കറിയില്ലല്ലോ. മനുസ്മൃതി എന്താണ്? ഉപനിഷത്താണ്. മനുസ്മൃതി എന്ന് പറയുന്നത് ഉപനിഷത്ത് അറിയാലോ. ഇതാണ് അദ്ദേഹത്തിന്റെ വാദം. ബൈബിള് അത് സർവശക്തനായ നാഥന്റെ ഭാഗത്ത് നിന്ന് അവതരിച്ചതാണെന്ന് അദ്ദേഹം വിശ്വസിക്കുകയാണ്. ഇത് ക്രിസ്ത്യാനികൾക്ക് പോലുമില്ലാത്ത വിശ്വാസമാണ്. ക്രിസ്ത്യാനികൾ പറയുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി പൗലോസും അതുപോലെ യേശുക്രിസ്തുവിൻ്റെ മറ്റു ശിഷ്യന്മാരുമൊക്കെ എഴുതിയതാണ് ബൈബിളെന്നാണ്. അതല്ലാതെ ദൈവത്തിൽ നിന്ന് അവതരിച്ച് യേശുക്രിസ്തുവിന് കൊടുത്ത പുസ്തകമാണ് ബൈബിളെന്ന് ക്രിസ്ത്യാനികൾ പോലും അവകാശപ്പെടുന്നില്ല. ഇദ്ദേഹം പറയുന്നതോ ഈസാ നബിക്ക് കൊടുത്തതാണ് ബൈബിളെന്ന്. അല്ല, ഇന്ന് കാണുന്ന ബൈബിളും ഈസാ നബി അലൈഹിസ്സലാമിന് കൊടുത്ത ഇഞ്ചീലും അത് രണ്ടും രണ്ടാണ്. ഇന്ന് കാണുന്ന ബൈബിള് യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായ മത്തായി, അതുപോലെ യോഹന്നാൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളും അതിനുശേഷം പൗലോസും ഓരോരുത്തർക്കെഴുതിയ ലേഖനങ്ങളും, കൊരിന്ത്യർക്കെഴുതിയ ലേഖനം എന്നൊക്കെ പറഞ്ഞ് ലേഖനങ്ങൾ ബൈബിളിൽ കാണാം.
ഇതെല്ലാം കൂടി ചേർന്ന ഒന്നാണ് ക്രൈസ്തവ സഹോദരങ്ങൾ വിശ്വസിക്കുന്ന ബൈബിൾ എന്ന പുസ്തകം. അപ്പോൾ അവർ പോലും ഇത് ദൈവത്തിൽ നിന്ന് നേരിട്ട് അവതരിച്ചതാണെന്ന്. ശരിയാണ്, ആരിസ് മദനി പറഞ്ഞതൊക്കെ ശരിയാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഖുറാനിൽ പറയുന്ന അള്ളാഹുവിൽ നിന്നും നേരിട്ട് ഇറക്കി കിട്ടിയതാണ് ഞങ്ങൾക്കെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ക്രിസ്ത്യാനികളായിട്ടുള്ള സത്യക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് വിശ്വസിക്കുന്നില്ല. പക്ഷെ ആരിസ് മദനി വേറൊരു കാര്യം അവിടെ പറയുന്നുണ്ട്. ഇന്ന് ക്രിസ്ത്യാനികൾ ഉപയോഗിക്കുന്ന ബൈബിൾ അല്ല അന്ന് ഈസായ്ക്ക് ഇറക്കി കൊടുത്ത ഇഞ്ചീലെന്ന്. എന്നിട്ട് വേറൊരു ഭാഗം കൂടെ പറയുകയാണ്, ഇത് കൊരിന്ത്യർക്ക് എഴുതിയത്, അങ്ങനെയൊക്കെയുള്ള ഓരോ ലേഖനങ്ങൾ എഴുതിയതാണെന്ന്. അപ്പൊ ആരിസ് മദനിയുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഓരോരുത്തരുടെ പേരിൽ ലേഖനങ്ങൾ എഴുതിയത് കൊണ്ട് അതൊരു ദൈവിക പദ്ധതി അല്ല എന്നാണ് ആരിസ് മദനി ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ റോമാലേഖനം, കൊരിന്ത്യ ലേഖനം ഇതെല്ലാം എഴുതുമ്പോഴത്തേനും ദൈവേഷ്ടത്താൽ ഞാൻ കൊരിന്ത്യ സഭയ്ക്ക് എഴുതുന്നു, ദൈവേഷ്ടത്താൽ തിമോത്തിയോസിന് എഴുതുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് പിന്നെ പൗലോസ് അപ്പോസ്തലനെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ലല്ലോ, അത് വേറൊരു വശം. എന്ത് വായിക്കോട്ടെ, ആരിസ് മദനിയോ മുഹമ്മദ് ഈസ അല്ലെന്നുണ്ടെങ്കിൽ എം അക്ബറിനെ പോലുള്ളവർക്ക് ഈ പൗലോസ് അപ്പോസ്തലനെ ഇഷ്ടമല്ലെങ്കിലും ഈ ആദ്യകാല പണ്ഡിതനായിട്ടുള്ള ഇമാർ റാസിക്കും അല്ലെങ്കിൽ അമാനു മൗലവിക്കും അള്ളാഹുവിന്റെ പണ്ഡിതന്മാർക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ ഈ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. അത് വേറൊരു വശം അവിടെ ഇരിക്കട്ടെ. അല്ല ആരിസ് മദനി, ഞാൻ ചോദിക്കുകയാണ്, താങ്കൾ ഈ പറഞ്ഞു ഈ ലേഖനങ്ങൾക്കൊക്കെ എഴുതിയത് കൊണ്ട് അങ്ങനെ എഴുതിയതാണെന്ന് താങ്കൾ പറഞ്ഞു. പൗലോസും യേശുവിന്റെ മറ്റു ശിഷ്യന്മാരായ മത്തായി അവരെല്ലാം കൂടെ ഓരോരുത്തർക്ക് എഴുതിയാണ്, സഭകൾക്ക് എഴുതിയതാണെന്ന് പറഞ്ഞപ്പോൾ താങ്കൾക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ. അങ്ങനെയെങ്കിൽ എൻ്റെ ഒരു ചോദ്യം, ഈ 2-ാം അധ്യായം ഖുറാൻ 2-ാം അധ്യായം പശു, അത് ആർക്ക് എഴുതിയതാണ്? പശുവിന് എഴുതിയതാണ്. 96-ാം അധ്യായം രക്തക്കട്ട ആർക്ക് എഴുതിയതാണ്? രക്തക്കട്ടക്ക് എഴുതിയതാണോ? ഇനി 72-ാം അധ്യായം ജിന്നുകൾക്ക് എഴുതിയതാണോ? ഇനി 6-ാം അധ്യായം കാലികൾ, അത് കാലികൾക്ക് എഴുതിയതാണോ? ഇനി 15-ാം അധ്യായം കല്ലുകളുടെ താഴ്വര, കല്ലുകളുടെ താഴ്വരയ്ക്ക് വേണ്ടി എഴുതിയതാ? അതുപോലെ ഊരിയെടുക്കുന്നവ, പൊട്ടിക്കീറൽ, ഇളരൽ, എട്ടുകാരി, ഇരുമ്പ്, ഇടിനാദം, വിവാഹമോചനം, അണി, പിന്നെ കപടവിശ്വാസികൾ, തർക്കിക്കുന്നവർ, ഭക്ഷണത്തളിക, ഇങ്ങനെ കുറെ അധ്യായം ഉണ്ടല്ലോ നിങ്ങൾക്ക്. അതെല്ലാം ഇപ്പൊ ദൈവ സന്ദേശമാണല്ലേ? ഈ മോഹൻ ചുളിച്ചു എന്നൊക്കെ പറയുന്നതെല്ലാം ദൈവ സന്ദേശമാണ്. നക്ഷത്രം, ശരിയല്ലേ? ഇതെല്ലാം ദൈവ സന്ദേശമാണ്. ദൈവേഷ്ടത്താൽ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എന്നും പറഞ്ഞുകൊണ്ട് എഴുതിയിരിക്കുന്ന മൊത്തം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ട്. ഇതെല്ലാം പശു എന്ന് പറയുന്ന അധ്യായം, അല്ലെന്നുണ്ടെങ്കിൽ ഈന്തപ്പന നാര്, ചുറ്റിപ്പൊതിയുന്നത്, രാത്രി, പിന്നെ 100-ാം അധ്യായത്തിന്റെ പേരെ ഓടുന്നവ, പിന്നെ 105-ാം അധ്യായ ആന, 113 പുലരി, ഇതെല്ലാം ഒരു ദൈവിക പദ്ധതിയായിട്ട് നിങ്ങൾ ഭയങ്കര സംഭവമായിട്ട് തന്നെ പറയുകയാണ്. ഞാൻ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ട് ബുദ്ധിമുട്ട്. ഇനി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ആരിസ് മദനിയോട് മാത്രമല്ല മുസ്ലിം ലോകത്തുള്ള സകല മനുഷ്യരോടും ചോദിക്കുകയാണ്. ഈ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിള് അത് അന്നത്തെ ബൈബിൾ അല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ അന്നത്തെ ബൈബിളിന്റെ കോപ്പി ഉണ്ടെങ്കിൽ ആ ഒറിജിനൽ ഒന്ന് കാണിക്കണേ. മനസ്സിലായോ? ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന പുസ്തകം മുസ്ലിങ്ങളുടെ വാദം തിരുത്തി എന്നുള്ളതൊക്കെയാണല്ലോ. എങ്കിലും ഞങ്ങൾ ചോദിക്കുകയാണ്, ആര് തിരുത്തി, എപ്പോൾ തിരുത്തി, എന്തിന് തിരുത്തി, എവിടെ വെച്ച് തിരുത്തി, തിരുത്താനുണ്ടായ കാരണം എന്ത്, തിരുത്തിയ വർഷം ഏത്, തിരുത്തിയത് ആര്, ഇതെല്ലാം വെച്ചുകൊണ്ടാണെന്നുണ്ടെങ്കിൽ തിരിച്ച് ഒരു ചോദ്യം കൂടെ, ആ തിരുത്താത്ത ബൈബിള് ചിലപ്പോൾ നിങ്ങളുടെ കാണുമല്ലോ, ഉണ്ടെങ്കിൽ ഒന്ന് തരണേ. അതല്ല ഇനി ഖുറാന്റെ അകത്ത് 1 മുതൽ 114 അധ്യായമുള്ള ഖുറാന്റെ അകത്ത് എവിടെയെങ്കിലും അള്ളാഹു മലക്ക് വഴി മുഹമ്മദിന് കൊടുത്ത ഖുറാന്റെ അകത്ത് എവിടെയെങ്കിലും, നിങ്ങളുടെ വിശ്വാസം അനുസരിച്ചാണ്, എവിടെയെങ്കിലും ഈ ഇഞ്ചിയിൽ തിരുത്തി, തോറ ഇഞ്ചിയിലും തിരുത്തിയത് കൊണ്ടാണ്, അല്ലെങ്കിൽ സബൂറും തിരുത്തിയത് കൊണ്ടാണ് ഈ ഖുറാൻ ഇറക്കിയതെന്ന് അള്ളാഹു മുഹമ്മദിനോട് നേരിട്ട് പറയുന്ന ഒരു ആയത്തുണ്ടെങ്കിൽ അതോടെ കാണിച്ചു തരും. മനസ്സിലായോ? വെറുതെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വരരുത്. ഇനി അന്ന് കാണുന്ന ഇഞ്ചിയിലല്ല ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നതെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ സത്യവേദ പുസ്തകമല്ല, അല്ലെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന വിശുദ്ധ വേദപുസ്തകമല്ല അന്ന് ശിഷ്യന്മാര്, കർത്താവിന്റെ ശിഷ്യന്മാരായിട്ടുള്ള അപ്പോസ്തലന്മാരായിട്ടുള്ളവർ എഴുതിയത്, പരിശുദ്ധാത്മാവിന്റെ നിയോഗത്താൽ എഴുതിയത്, അതിന് വല്ല മാറ്റത്തിരുത്തല അല്ലെങ്കിൽ ദൈവികമല്ല എന്നുണ്ടെങ്കിൽ ആ പുസ്തകത്തിൽ എവിടെയെങ്കിലും, ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകത്തിൽ എവിടെയെങ്കിലും
നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദിനെ പറ്റിയോ അല്ലെങ്കിൽ നിങ്ങൾ സർവേശ്വരൻ സർവശക്തൻ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന അള്ളാഹുവിനെ പറ്റി എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇസ്ലാമിക പാരമ്പര്യത്തിന് പറ്റിയതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതിൻ്റെ അകത്ത് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചൂണ്ടിക്കാണിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. മനസ്സിലായോ? നിങ്ങളുടെ ഒരു ഭാഗം എന്താ പരിപാടി എന്താ അറിയോ? ഉൾട്ടേടി എന്ന് പറയും. വേറെ ഒന്നുമല്ല, ആവശ്യമുള്ളത് മുഴുവനും അങ്ങോട്ട് എടുക്കുക. മറ്റുള്ളവരുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേന് യേശു ഈസ ഒന്നാണ്, നിങ്ങളുടെ പുസ്തകത്തിന്റെ അകത്ത് ഞങ്ങളുടെ ഈസായെ പറ്റി എഴുതിയിരിക്കുന്നു, ഞങ്ങളുടെ പ്രവാചകനെ പറ്റി എഴുതിയിരിക്കുന്നു, ഞങ്ങളുടെ ഖുറാന്റെ അകത്തുള്ളവരെ പറ്റി അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട് എന്നും പറഞ്ഞ് വരുമ്പോഴത്തേനും നിങ്ങളുടെ പരിപാടി അതാണ്. എന്നാൽ ഒരു കറക്റ്റായിട്ട് ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ അതിനെ മുഴുവനും തള്ളിക്കളയുകയും ചെയ്യും. ഇനി അദ്ദേഹം ആ പുസ്തകം എഴുതിയതിൻ്റെ അകത്ത് അള്ളാഹു എന്ന് എഴുതാതെ സർവശക്തനായ നാഥൻ എഴുതി. സർവശക്തനായ നാഥൻ എഴുതിയത് നിങ്ങൾക്ക് എന്തോ വലിയ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നത്, അത് നിങ്ങളുടെ വിഷയം. പക്ഷെ എന്തൊക്കെയാണ് ബൈബിളിന്റെ വിഷയത്തിലേക്ക് വന്നപ്പോൾ നമുക്ക് നിങ്ങളുടെ പുസ്തകങ്ങളൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടല്ലോ. അപ്പൊ ആ ആവശ്യകതയിലേക്ക് നമുക്കൊന്ന് തിരിയാം. അത് തിരിയുമ്പോഴത്തേനും വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ആരിസ് മദനിക്ക് ഏകദേശം ബോധ്യമാകും. ഈ പുസ്തകത്തെക്കാളും ഞാൻ പറയാതെ തന്നെ ആരിസ് മദനിക്ക് അറിയാമല്ലോ, ഖുറാൻ തജ്വീദ് വിജ്ഞാന പുനരുദ്ധാരണം. ഈ പുസ്തകത്തെക്കാളിലും ആരിസ് മദനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. വേറെ ഒന്നുമല്ല, ഈ പുസ്തകത്തിന് വളരെ പ്രാധാന്യം ഉള്ളതായിട്ടും എന്നെക്കാൾ കൂടുതലായിട്ട് ആരിസ് മദനിക്ക് അറിയാം. കാരണം ഇത് ഈ കാലഘട്ടത്തിൽ തജ്വീദ് സംബന്ധമായ അറിവിന് പുറമെ ഖുറാന്റെ മഹത്വം, ഖുറാനുകളുടെ ചരിത്രം എന്ന് വേണ്ട സകലതും അടങ്ങിയിരിക്കുന്ന ഈ പുസ്തകം ഹാരിസ് മദനി എന്തൊക്കെയാണ് വായിക്കാതിരിക്കത്തില്ല. പ്രത്യേകിച്ച് ഒരു സുന്നിയും കൂടെ ആയതുകൊണ്ട്, സുന്നിയാണെന്നുണ്ടെങ്കിൽ ഇത് വായിക്കാതിരിക്കത്തില്ല, ഒരു മദനി പട്ടം കിട്ടിയത് കൊണ്ടുകൂടെ. ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ഖുറാന്റെ പല പ്രശ്നങ്ങളുണ്ടല്ലോ, ഈ പുസ്തകം വായിച്ചിട്ടുള്ളവർക്കറിയാം. ഇതിൻ്റെ അകത്ത് പ്രഥമ ഖലീഫ സിദ്ദിഖിന്റെ ഭരണകാലത്ത് ഹിജ്റ 12 മുസൈലിമത്തുൽ ഖത്താബുമായുണ്ടായ യമാമ യുദ്ധത്തിൽ ഖുറാൻ മനപ്പാടമാക്കിയ 70, ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് 500 എന്നും 700 എന്നും അഭിപ്രായമുണ്ട്. അപ്പൊ തന്നെ രക്തസാക്ഷികളുടെ എണ്ണത്തിൽ അവിടെയും ഒരു ടീം 70 എന്ന് പറയുമ്പോൾ ഒരു ടീം 500 എന്നും 700 എന്നൊക്കെ അഭിപ്രായമുണ്ട്. സ്വഹാബികൾ രക്തസാക്ഷികളായപ്പോൾ ഖുറാൻ നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആശങ്കയാൽ അത് ഒറ്റയേടായി എഴുതി വെക്കണമെന്ന് ഉമർ സിദ്ദിഖിനോട് അപേക്ഷിച്ചു. അനന്തരം ഇക്കാര്യം നിർവഹിക്കാൻ സിദ്ദിഖ് സയ്യിദ് ബിൻ സാബിത്തിനെ അധികാരപ്പെടുത്തി. നബിയുടെ കാലത്ത് എല്ലിൻ കഷ്ണം, മരക്കഷ്ണം, ഈന്തപ്പന മടൽ, തോൽ, കല്ല് മുതലായവയിലായിരുന്നു ഖുറാൻ എഴുതി വെച്ചത്. അതിന്റെ ഒരു ശേഖരം നബിയുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അന്ന് കടലാസ് ദുർലഭമായിരുന്നു. എഴുതാൻ തുടങ്ങിയപ്പോൾ എന്തിലെഴുതണമെന്ന് സയ്യിദ് ബിൻ സാബിത്ത് ചോദിച്ചു. കടലാസിൽ എഴുതാൻ സിദ്ദിഖ് ആജ്ഞാപിച്ചു. സയ്യിദ് അതിന് വൈമനസ്യം കാണിച്ചു. കാരണം നബിയുടെ കാലത്ത് കടലാസിൽ എഴുതിയിരുന്നില്ല. സിദ്ദിഖ് ഉമറിനെ വിവരം അറിയിച്ചു. ഉമർ ഇടപെട്ട് കടലാസിൽ തന്നെ എഴുതാൻ തീരുമാനിച്ചു. ഈ മുസഹഫിന് എന്ന് പേർ പറയുന്നു. സിദ്ദിഖിന്റെ മരണം വരെ അവരുടെ കൈവശവും പിന്നീട് ഉമറിന്റെ പക്കലും ശേഷം അവരുടെ മകൾ ഉമ്മുൽ മുയൻ ഹബ്സയുടെ പക്കലുമായിരുന്നു. പ്രസ്തുത മുസഹഫ് ഹബ്സയുടെ വഫാത്തിന് ശേഷം അത് മദീനയിലെ അമീറായിരുന്ന മർവാൻ ഇബ്നു മുവായിയ ഇബ്നു അബി സുഫിയാൻ അബ്ദുള്ള ഇബ്നു ഉമറിനോട് നിർബന്ധപൂർവം വാങ്ങി നശിപ്പിച്ചു കളഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഇത് ഇവിടെ അവശേഷിക്കുകയും പിന്നീട് ആരുടെയെങ്കിലും ദൃഷ്ടിയിൽ പെടുകയും ചെയ്താൽ ഉസ്മാന്റെ കാലത്തുണ്ടായതും പ്രകാരം ഖുറാനിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഞാൻ ഇത് നശിപ്പിക്കുന്നു. അല്ല ആരിസ് മദനി, ഈ നശിപ്പിച്ച ഖുറാൻ ഏതാ ഒന്ന് പറയാമോ? കാരണം ഇവര് എഴുതിക്കൊണ്ട് വന്നപ്പോഴത്തേനും ഖുറാനിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ ഇടയുണ്ട്, അതുകൊണ്ട് ഞാൻ അപ്പൊ ഈ നശിപ്പിച്ച ഖുറാൻ ഏതാ? അബ്സ് ഖുറാനാണോ, വർഷ ഖുറാനാണോ, ഏത് ഖുറാനാണ് നശിപ്പിച്ചത്? അപ്പൊ ഇത് നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഞാൻ നശിപ്പിക്കാൻ പോവുകയാണെന്നല്ല, അത് നശിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആരിസ് മദനിയൊക്കെ ഇപ്പൊ ഉപയോഗിക്കുന്ന ഖുറാൻ ഏതാ? ഇത് സകലതും സൃഷ്ടിക്കുന്നതിന് മുമ്പേ അള്ളാഹു പേനയെ സൃഷ്ടിച്ചു, പേനയോട് എഴുതാൻ പറഞ്ഞു. അങ്ങനെ എഴുതി തീർത്ത സ്വർഗത്തിലിരിക്കുന്ന പുസ്തകത്തിന്റെ കോപ്പിയാണല്ലോ നിങ്ങളുടെ ഇപ്പൊ വന്നിരിക്കുന്നത്, നിങ്ങൾ വിശ്വസിക്കുന്നത്. ഞാൻ പറഞ്ഞതല്ല, ഖുറാന്റെ പുസ്തകത്തിന്റെ അകത്ത് എഴുതിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകം ഇവിടെ വന്നപ്പോൾ ഇതെങ്ങനെയാണ് ഇത് നശിപ്പിക്കപ്പെട്ടത്? ഇനി ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഖുറാൻ തന്നെയാണോ അള്ളാഹുവിന്റെ പക്കൽ ഇരിക്കുന്ന ഖുറാൻ? അതിൻ്റെ അകത്ത് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടോ?
ഇനി ഇതേ പുസ്തകം തന്നെ അടുത്ത സ്ഥലത്ത് ഖുറാൻ 7 വിധത്തിൽ ഇറക്കപ്പെട്ടിരിക്കുന്നു എന്ന് നബി പറഞ്ഞു. ഇതേതാ ഈ 7 വിധത്തിലുള്ള ഖുറാൻ? ഒന്ന് പറഞ്ഞു തരണേ. 7 വിധത്തിൽ ഇറക്കിയിരിക്കുന്ന ഖുറാൻ. നിങ്ങൾ പറയുന്നത് സകലതും അനുഗ്രഹമാക്കിയിരിക്കുന്ന ഖുറാൻ അള്ളാഹു മലക്കിലൂടെ മുഹമ്മദിന് കൊടുത്തു എന്ന് നിങ്ങൾ വിഴുങ്ങും. എങ്കിലും മുഹമ്മദിന് കിട്ടിയെന്നാണ് പറയുന്നത്. ശരി, നിങ്ങളുടെ പ്രവാചകന് കിട്ടി, ഇസ്ലാമിന്റെ പ്രവാചകന് കിട്ടി എന്ന് പറയും. അങ്ങനെയെങ്കിൽ ഇവിടെ ഖുറാൻ 7 വിധത്തിൽ ഇറക്കപ്പെട്ടിരിക്കുന്നു എന്ന് നബി പറഞ്ഞു. ഈ ഹദീസിന്റെ അർത്ഥത്തിൽ 35 അഭിപ്രായം ഉണ്ടെന്ന് ഇമാം ഇബ്നു ഹയ്യാൻ പറഞ്ഞു. ഏത് 7 വിധത്തിലാണ് ഇറക്കപ്പെട്ടിരിക്കുന്ന കാര്യത്തിന്മേൽ 35 അഭിപ്രായമുണ്ട്. 30-ൽ പരം കൊല്ലം ഈ ഹദീസിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചു. ഖുറാൻ അശറത്തിൽ ഓരോരുത്തരുടെയും പാരായണത്തിൽ ഉൾപ്പെട്ട 7 വിധം എന്നാണ് ഇതിന്റെ ഉദ്ദേശം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് എന്ന് ഇമാം ജബ്നുൽ ജസരി പറയുന്നു. അവിടെയും സംശയമാണ് കേട്ടോ, ഉറപ്പില്ല. അല്ലെങ്കിലും ദൈവസങ്കല്പം എന്ന് പറഞ്ഞു നടക്കുന്ന ഖുറാനിലെ അല്ലെങ്കിൽ ഇസ്ലാമിലെ ദൈവത്തെ പോലും സങ്കല്പിക്കുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകത്തിൽ പിന്നെ സങ്കല്പ വിഷയം വരത്തുള്ളൂ. വ്യത്യസ്ത രൂപത്തിൽ നബി പലപ്പോഴായി ഖുറാൻ ഓതി കേൾപ്പിച്ചു. ഓരോ സന്ദർഭത്തിലും ഹാജരുണ്ടായിരുന്നവർ അത് പഠിക്കുകയും എഴുതി വെക്കുകയും ചെയ്തു. ഇതിൽ കുറെ ഭാഗം പിന്നീട് ദുർബലപ്പെട്ടു പോയിരുന്നു. എന്നാൽ ഉസ്മാന്റെ കാലത്ത് വ്യത്യസ്ത രൂപത്തിൽ സഹാബത്ത് ഖുറാൻ പാരായണം ചെയ്തപ്പോൾ അവനവൻ പഠിച്ചത് മാത്രമാണ് ശരി എന്ന് ഓരോരുത്തരും വാദിച്ചു. ഇത് പല പ്രശ്നങ്ങൾക്കും കാരണമായി. കൂഫക്കാരും ശാമുകാരും ഏറ്റുമുട്ടലിന് വരെ തയ്യാറായി. അല്ലയോ ആരിസ് മദനി? പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങൾ എഴുതി, യാക്കോബ് ലേഖനം എഴുതി, യൂദയുടെ ലേഖനമുണ്ട്, പത്രോസിന്റെ ലേഖനമുണ്ട്, യോഹന്നാന്റെ ലേഖനമുണ്ട്. അതുകൂടാതെ 4 സുവിശേഷമുണ്ട്. അതുപോലെ അപ്പസ്തല പ്രവൃത്തിയുണ്ട്, വെളിപ്പാട് പുസ്തകമുണ്ട്. ഇത്രയും പുസ്തകങ്ങൾ എഴുതിയെന്നും പറഞ്ഞുകൊണ്ട് ഈ ശിഷ്യന്മാരാരും തമ്മിൽ തല്ലാൻ പോയില്ല കേട്ടോ. അത് ആരിസ് മദനി ഒന്ന് മനസ്സിലാക്കണം, തമ്മിൽ തല്ലാൻ പോയില്ല. അത് വളരെ വ്യക്തമായിട്ട് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനത്തിന് പത്രോസ് അപ്പോസ്തലൻ അതിന് വളരെ വ്യക്തമായിട്ടുള്ള മറുപടിയും ശരിവെക്കുന്നുമുണ്ട്. അവിടെ പരിശുദ്ധാത്മാവ് നിയോഗത്താൽ എഴുതിയ പുസ്തകത്തിന്മേൽ ഇങ്ങനെ വന്നെന്നും പറഞ്ഞ്, അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന വാക്കി ഇന്ന പ്രശ്നം ഉണ്ടാക്കിയെന്നും പറഞ്ഞ് ഇവർ തമ്മിലടിക്കാൻ പോയില്ല എന്നുള്ള കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. തത്സമയം അന്ത്യപ്രവാചകന്മാരുടെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നവർ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഉദൈഫത്തു നൂൽ യമാൻ അന്ത്യനാൾ വരെ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളെല്ലാം അദ്ദേഹത്തിന് നബി അറിയിച്ചു കൊടുത്തിരുന്നു. 3-ാം ഖലീഫ ഉസ്മാനെ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സ്വഹാബത്തുമായി മുശാവറ ചെയ്തു. മുസുഹഫ് പ്രസിദ്ധീകരിക്കുവാൻ തീരുമാനിച്ചു. വളരെ കോളിളക്കമുണ്ടാക്കിയ ഈ പ്രശ്നം സർവരുടെയും സന്തോഷം ആർജിച്ചുകൊണ്ട് ഉസ്മാൻ പരിഹരിച്ചപ്പോൾ ജനങ്ങൾ അദ്ദേഹത്തെ ജാമിഉൽ ഖുറാൻ എന്ന് വിളിച്ചു. ചുരുക്കത്തിൽ ഖുറാൻ സംബന്ധമായ ഭിന്നതകളെല്ലാം അവസാനിപ്പിച്ച് ജനങ്ങളെ ഏകോദര സഹോദരന്മാരാക്കുകയും പാരായണം ചെയ്യാനായി മുസ്ഹഫ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തത് ഉസ്മാനാണ്. ഉസ്മാൻ എഴുതിച്ച കോപ്പികൾ, ഇവിടെയും പ്രശ്നമാണല്ലോ, ഉസ്മാൻ എഴുതിച്ച കോപ്പികൾ 4, 5, 6, 7, 8 എന്നതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. 8 അഭിപ്രായ പ്രകാരം ഷാം, സിറിയ, കൂഫ, ബസറ, മക്ക, ബഹ്റൈൻ, യമൻ എന്നിവിടങ്ങളിലേക്ക് ഓരോ കോപ്പി അയക്കുകയും ഒന്ന് മദീനയിൽ വെക്കുകയും ഒന്ന് ഉസ്മാൻ സ്വന്തം ഉപയോഗിക്കുകയും ചെയ്തു. അല്ലയോ ആരിസ് മദനി, ഇന്ന് ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന പുസ്തകമല്ല അന്ന് ഈസായിക്ക് ഇറക്കി കൊടുത്ത്, ഈസ യേശുവിൻ രണ്ടാണെങ്കിൽ നിങ്ങളുടെ വാദം വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇറക്കി കൊടുത്ത് വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ പുസ്തകത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ ഉസ്മാൻ എഴുതിച്ച കോപ്പി എന്ന് വെച്ചാൽ ഖുറാന്റെ കോപ്പി ഉണ്ട്, ഉസ്മാന്റെ ഇത് വെച്ചുകൊണ്ടാണല്ലോ തുടങ്ങുന്നത്. അങ്ങനെയെങ്കിൽ എത്ര എണ്ണം ഉണ്ടായിരുന്നു? 4 എണ്ണമാണോ? അതോ 5 എണ്ണോ? 6, 7, 8? എത്ര ആയിരുന്നു എഴുതിയത്? ഈ ക്രിസ്ത്യാനികളുടെ അടുത്തോട്ട് ഈ സംസാരിക്കാൻ വരുമ്പോഴേ പണ്ടത്തെ കാലമൊന്നും അല്ല, നിങ്ങളുടെ പുസ്തകങ്ങളിൽ നിങ്ങളുടെ സ്ഥലങ്ങളിൽ നിന്ന് മേടിക്കാൻ വേണ്ടുവോളം കിട്ടുമെന്നേ. ഈ പുസ്തകങ്ങളൊക്കെ മേടിച്ച് വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് ആൾക്കാരുണ്ട്. അതിന് നിങ്ങളോട് അതിന് ഞങ്ങൾ എപ്പോഴും ഒരു സ്നേഹമുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഞങ്ങളെ സ്നേഹിക്കാൻ പറ്റത്തില്ലെങ്കിലും ഞങ്ങൾക്ക് സകല മതസ്ഥരെയും സ്നേഹിക്കാൻ പറ്റും. നിങ്ങൾക്ക് പക്ഷെ ഞങ്ങളെ സ്നേഹിക്കാൻ പറ്റത്തില്ല. കാരണം ബഹുദൈവ വിശ്വാസികൾ അശുദ്ധരാണെന്ന് പറഞ്ഞിരിക്കുന്ന ആ കൂട്ടരാണല്ലോ ഞങ്ങൾ, നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച്. അടുത്തത്, അതൊന്നും കൂടാതെ സുഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 33 ഹദീസ് നമ്പർ 94 ഇങ്ങനെ കാണുന്നു: നിങ്ങൾ ഖുറാനുമായി യാത്ര ചെയ്തു, ശത്രു അത് കൈക്കലാക്കുന്നതിനെ കുറിച്ച് ഞാൻ നിർഭയനല്ല. അബു അയ്യൂബ് പറഞ്ഞു, ശത്രു അത് കൈവശപ്പെടുത്തി അതുമായി നിങ്ങളോട് തർക്കിക്കും. ഹദീസ് നമ്പർ 92 ശത്രു രാജ്യത്തേക്ക് ഖുറാനുമായി യാത്ര ചെയ്യുന്നത് വിലക്കിയിരിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഖുറാൻ
ശത്രുവിന്റെ കയ്യിൽ കിട്ടിയാൽ, എന്ന് വെച്ചാൽ ഇസ്ലാമോ അള്ളാഹുവിലും മുഹമ്മദിലും വിശ്വസിക്കാത്ത ഒരാളിലേക്ക് കിട്ടരുത് എന്നുള്ളതാണ്. അടുത്തത് ഇബ്നു ഉമർ പറഞ്ഞു, ശത്രുദേശത്തേക്ക് ഖുറാനും കൊണ്ട് യാത്ര ചെയ്യുന്നത് തിരുമേനി വിരോധിച്ചിരുന്നു. സുഹീൽ ബുഖാരി അധ്യായം 88 ഹദീസ് നമ്പർ 1245 പേജ് 632 വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അല്ലയോ ഹാരിസ് മദനി, നിങ്ങളുടെ പുസ്തകം, നിങ്ങളുടെ ഖുറാൻ മറ്റൊരാളിലേക്ക് കിട്ടരുത് എന്നുള്ളത് എന്താണ്? നിങ്ങളുടെ ഭയമാണ്. അതാണ് ഞങ്ങൾ പറയുന്നത്. നിങ്ങളെപ്പോലുള്ളവര് ഞങ്ങളുമായിട്ടൊക്കെ ഒരു ഡിബേറ്റിന് വരാൻ ഭയപ്പെടുന്നത് അള്ളാഹുവിനെ മുഹമ്മദിനെ ഭയപ്പെടുന്നതല്ല, നിങ്ങളുടെ പുസ്തകത്തെ നിങ്ങൾക്ക് തന്നെ ഭയമാണ്. ബഹുമാനത്താലുള്ള ഭയമല്ല, സ്നേഹത്താലുള്ള ഭയമല്ല. ഈ പുസ്തകത്തിന്റെ അകത്തുനിന്ന് എന്താണോ ഇവർ വിളിച്ചു പറയുന്നത് അതന്നെയാണ് നിങ്ങൾ ഭയപ്പെടുന്നത്, വേറെ ഒന്നുമല്ല. നിങ്ങളുടെ ഖുർആൻ, ഹദീസ്, തഫ്സീർ, ഇതിൽ നിന്ന് എന്ത് ഞങ്ങൾ പുറത്തേക്ക് പറയുന്നോ അതിനെ നിങ്ങൾ ഭയപ്പെടുന്നു. കാരണം മാനവകൾക്ക് കേൾക്കാൻ പറ്റാത്തതായിട്ടുള്ള, കേട്ട് കഴിഞ്ഞാൽ അയ്യോ എന്നും പറഞ്ഞ് മുഖത്ത് അല്ലെങ്കിൽ മൂക്കത്ത് വിരൽ വെക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് പുറത്തേക്ക് വരും എന്നുള്ള ഭയത്താലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ നിങ്ങൾ തൊടാത്തത് തന്നെ. ശരിയല്ലേ? അപ്പൊ ഇനി ബൈബിളിന്റെ ആധികാരികതയാണോ ഖുറാന്റെ ആധികാരികതയാണോ ഏറ്റവും പ്രശ്നമായിരിക്കുന്നത്? കാരണം ഖുറാൻ തജ്വീദ് വിജ്ഞാന പുനരുദ്ധാരണം എന്ന് പറയുന്ന പുസ്തകം ഇസ്ലാമിക ലോകത്ത് ഖുറാൻ വായിക്കുന്നതിന് മുമ്പേ ഇത് വായിച്ചിരിക്കണമെന്നൊരു നിയമ സംഹിത തന്നെ ഉള്ളതാണ്. അത് ആ പുസ്തകത്തിന്റെ ഫ്രണ്ടിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത്, താങ്കൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ മനുസ്മൃതി അതുപോലെ ഭഗവത്ഗീത ഇതൊക്കെ പ്രവാചകന്മാർക്ക് കിട്ടിയതാണ്. 2-ാം അധ്യായം പശു അതിന്റെ 253-ാമത്തെ ആയത്ത് ഇങ്ങനെയാണ്, ആ ദൂതന്മാരിൽ ചിലർക്ക് നാം മറ്റു ചിലരെക്കാൾ ശ്രേഷ്ഠത നൽകിയിരിക്കുന്നു. അല്ലാഹു സംസാരിച്ചിട്ടുള്ളവർ അവരിലുണ്ട്, അവരിൽ ചിലരെ അവർ പല പദവികളിലേക്ക് ഉയർത്തിയിട്ടുമുണ്ട്. മറിയമിന്റെ മകൻ ഈസായ്ക്ക് നാം വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ നൽകുകയും പരിശുദ്ധാത്മാവ് മുഖേന അദ്ദേഹത്തിന് നാം പിൻബലം നൽകുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരുടെ ദൂതന്മാരുടെ പിൻഗാമികൾ വ്യക്തമായ തെളിവ് വന്നു കിട്ടിയതിന് ശേഷവും പോരടിക്കുമായിരുന്നില്ല. എന്നാൽ അവർ ഭിന്നിച്ചു. അങ്ങനെ അവരിൽ വിശ്വസിച്ചവരും നിഷേധിച്ചവരും ഉണ്ടായി. അല്ലാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവർ പോരടിക്കുമായിരുന്നില്ല. പക്ഷെ അല്ലാഹു താൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നു. അത് പിന്നെ പോരടിയുടെ ആളാണല്ലോ. ബൈബിളിൻ്റെ അകത്ത് പറയുന്നു പിശാച് തന്ത്രശാലിയാണ്, ഖുറാന്റെ അകത്ത് പറയുന്നു അല്ലാഹു തന്ത്രശാലിയാണ്. അതവിടെ നിൽക്കട്ടെ. ഇവിടുത്തെ വിഷയം, ആ ദൂതന്മാരിൽ ചിലർക്ക്, ഈ ദൂതന്മാരിൽ ചിലർക്കെന്നും പറഞ്ഞ് ഒരു തഫ്സീറുണ്ട്. ആ തഫ്സീറിന്റെ വിശദീകരണം കേൾക്കുമ്പോൾ ഹിന്ദു സഹോദരന്മാർക്ക് ഒരു വിഷമം ഉണ്ടാകരുത് കേട്ടോ. അതുകൂടെ ഞാൻ പറഞ്ഞേക്കാം. ഈ തഫ്സീറിന്റെ വിശദീകരണം എങ്ങനെയാണെന്നുള്ളത് കേട്ടോണം. ഇത് ഖുറാൻ അകംപൊരുൾ മാനവിക വ്യാഖ്യാനം എന്നും പറഞ്ഞ് CH മുസ്തഫ മൗലവി എഴുതിയിരിക്കുന്ന ഖുറാനാണ്. ഖുറാൻ അകംപൊരുൾ, അതും 2 അധ്യായം മാത്രമേ ഉള്ളൂ കേട്ടോ. ബക്കറയും എന്നുവെച്ചാൽ പശുവും ഫാത്തികയും മാത്രമേ ഉള്ളൂ. അതിന്റെ തഫ്സീറിനോടെ ചേർന്ന ഇതാണ് ഈ പുസ്തകം. ഈ ഖുറാൻ എന്ന് പറയുന്നത് ഇതിന് 1000 രൂപ അങ്ങോട്ട് ഓൺലൈനിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഈ പുസ്തകത്തിന്റെ അകത്ത് ഈ ഖുറാൻ ആയത്തിന് ഒരു ഇത് കൊടുത്തിട്ട്, ആ ദൂതന്മാർ, മാനവ ചരിത്രത്തിന്റെ ആരംഭം മുതൽ ദൈവദൂതന്മാരുടെ സാന്നിധ്യം കാണാം. വിശുദ്ധ വ്യക്തിത്വത്തിന്റെ ഉടമകളായ മനുഷ്യരിൽ അത്യധികം അനുഗ്രഹീതരായ ചിലരാണ് ദൂതന്മാരായി നിയോഗിതരാകുന്നത്. ദിവ്യ വെളിപാടുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ ധർമ്മസ്ഥാപനത്തിനായി പ്രയത്നിക്കുന്നത്. ദിവ്യജ്ഞാനത്താൽ പ്രചോദിതരായ പ്രവാചകന്മാർ മാനവ സമൂഹത്തിന് വെളിച്ചമേകുന്നു. സമൂഹത്തിൽ അടിഞ്ഞുകൂടിയ തമസ്സിനെ യഥാപൂർവം നീക്കി വെളിച്ചം നിറച്ച് നന്മയിലേക്ക് വഴി കാണിക്കുന്നു. സർവ്വ ദിക്കുകളിലും എക്കാലത്തും പ്രവാചക നിയോഗം ഉണ്ടായിട്ടുണ്ട്. മനുഷ്യവാസം ഉള്ളിടത്തെല്ലാം ദൈവദൂതന്മാർ ഉണ്ടായിരുന്നു. എല്ലാ സമൂഹങ്ങളിലേക്കും നാം ദൂതന്മാരെ നിയോഗിച്ച് അയച്ചിട്ടുണ്ട്. അധ്യായം 16:36. ഒരു മുന്നറിയിപ്പുകാരനെങ്കിലും വന്നു പോകാത്ത ഒരൊറ്റ സമൂഹവും ഉണ്ടായിട്ടില്ല. 35:24. ഇതല്ല പ്രശ്നം കേട്ടോ. അതിന്റെ തൊട്ട് താഴെയുള്ള നോക്കാം. ലക്ഷക്കണക്കിന് ദൈവദൂതന്മാർ മനുഷ്യർക്ക് വെളിച്ചമേകി ദീപസ്തംഭങ്ങൾ എന്ന പോലെ പ്രകാശിച്ചിട്ടുണ്ട്. അവരിൽ ഏതാനും പ്രവാചകന്മാരുടെ പേര് വിവരങ്ങൾ മാത്രമേ നമുക്കെന്നറിയാവൂ. അവരിൽ തന്നെ ചിലരുടെ ചരിത്രം മാത്രമേ നമുക്ക് ലഭിച്ചിട്ടുള്ളൂ. ഓരോ പ്രദേശത്തും ദൈവമായോ പുണ്യപുരുഷനായോ ഇതിഹാസ കഥാപാത്രമായോ മറ്റോ ആയി അറിയപ്പെടുന്നവരും കരുതപ്പെടുന്നവരും പ്രവാചകന്മാരായിരിക്കാൻ സാധ്യതയേറെയുണ്ട്. പുരാതന നാഗരിക സംസ്കൃതിയുടെ നാടായ ഇന്ത്യയിൽ പ്രവാചകന്മാർ വന്നിട്ടുണ്ടെന്ന് ഉറപ്പാണ്. പിൽക്കാലത്ത് ആരാധനാമൂർത്തികളോ ഇതിഹാസ പുരുഷന്മാരോ ഒക്കെയായി മാറിയവർ പ്രവാചകന്മാരാണെന്ന് കരുതാൻ ന്യായമേറുണ്ട്. ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, ശ്രീബുദ്ധൻ തുടങ്ങിയ പുണ്യപുരുഷന്മാർ ഉദാഹരണം. ഇങ്ങനെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കാണാം. അല്ലയോ ഹാരിസ് മദനി?
അദ്ദേഹം പറഞ്ഞല്ലോ മനുസ്മൃതി ഏതെങ്കിലും പ്രവാചകന്മാരില്ല 5000 വർഷങ്ങൾക്ക് മുമ്പ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നല്ലോ. അങ്ങനെയെങ്കിൽ എൻ്റെ ഒരു ചോദ്യം, ഈ ആദം എന്ന് പറയുന്നത് ആദ്യത്തെ പ്രവാചകനാണെങ്കിൽ ആദത്തിന് ശേഷമാണോ ശ്രീകൃഷ്ണൻ, ശ്രീരാമൻ, ശ്രീബുദ്ധനൊക്കെ വന്നത്? ഒന്നത്. ഇനി ആഫ്രിക്കയുടെ രാജ്യത്തേക്ക് പോയ ആ പ്രവാചകൻ ആരാണ്? അമേരിക്കയിലേക്ക് പോയ പ്രവാചകൻ ആരാണ്? കാരണം ശ്രീകൃഷ്ണനും ശ്രീരാമനും ശ്രീബുദ്ധനും ഒക്കെ ഈ ഭാരതത്തിലാണല്ലോ, നാഗരികയുടെ സംസ്കൃതിയുടെ നാടായി ഇന്ത്യയിലാണല്ലോ. അപ്പൊ ഈ ആഫ്രിക്കയിലേക്ക് പോയ ഇപ്പൊ ഈ മക്കയ്ക്കും പരിസര പ്രദേശങ്ങളിലേക്കും വന്നയാളാണല്ലോ, മക്കയിലേക്ക് വന്നയാളാണല്ലോ മുഹമ്മദ് എന്ന് പറഞ്ഞ ആള്. അപ്പോൾ ഈ മക്കയ്ക്കും പരിസര പ്രദേശത്തേക്കും ഇറക്കിയതാണല്ലോ ഖുറാൻ. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഈ ശ്രീകൃഷ്ണനും ശ്രീരാമനും ശ്രീബുദ്ധനും ഒക്കെ ഇങ്ങോട്ട് വന്നതാണെങ്കിൽ ശ്രീലങ്കയിലേക്ക് പോയത് ആരാണ്? രാമനാണോ അതോ രാവണനാണോ? ഇനി അതുപോലെ ശ്രീരാമൻ ഇനിയും ശ്രീലങ്കയിലേക്ക് ഇതുമായിട്ട് പോയതാണോ? ഇനി ആഫ്രിക്കയിലേക്ക് ആരാ പോയത്? ഇന്തോനേഷ്യയിലേക്ക് ആരാ പോയത്? അങ്ങനെ ലോകരാജ്യങ്ങളിൽ ഇപ്പൊ ഈ മക്കയും ഇസ്രായേലും അതുകൂടാതെ ഈ ഇന്ത്യയൊക്കെ ഇപ്പൊ ഏകദേശം, ഇനി ഇന്ത്യക്ക് ബാക്കിയുള്ള രാജ്യങ്ങളുണ്ടല്ലോ, ഈ ഭൂഖണ്ഡത്തിലേക്കൊക്കെ പോയിട്ടുള്ള ആരാണ്? ഒന്ന് പറയാമോ? ഈ ആഫ്രിക്കയിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലേക്കും പോയിട്ടുണ്ടായിരിക്കും, ഇനി ചെക്കോസ്ലാവിയയിലേക്കും പോയിട്ടുണ്ടോ, കാനഡയിലേക്ക് പോയിട്ടുണ്ടോ, ഇങ്ങനെ ഓരോ രാജ്യങ്ങളുണ്ടല്ലോ. ഇങ്ങോട്ടൊക്കെ പോയ പ്രവാചകന്മാർ ആരാണെന്നൊന്ന് പറയാം. ഇത് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഇസ്ലാമിക പണ്ഡിതൻ CH മുസ്തഫ മൗലവി എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇനി ഈ പുസ്തകം തള്ളാനുള്ള പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഇതിനൊരു ആശംസ എഴുതിയിരിക്കുന്ന ആരാണെന്നുള്ളത് നിങ്ങൾ നോക്കിക്കോ. ആശംസ എഴുതിയിരിക്കുന്ന, പ്രിയരെ, റീഡ് വെൽഫെയർ ഫൗണ്ടേഷന്റെ കീഴിൽ ഖുറാൻ അകമ്പൊരുൾ എന്ന പേരിൽ സമകാലിക ലോകത്തിന്റെ സങ്കീർണവും കലുഷവുമായ അവസ്ഥകളിൽ ശാന്തിയുടെയും മുക്തിയുടെയും തണലായി ഒരു ഖുറാൻ വ്യാഖ്യാന ഗ്രന്ഥം പുറത്തിറക്കുന്നു എന്നറിഞ്ഞാൽ അതിയായ സന്തോഷം. ഇതാരാണെന്ന് ആരിസ് മദനിക്ക് അല്ലെന്നുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന മുസ്ലിങ്ങൾക്ക് അറിയാമല്ലോ. ഇത് പാണക്കാട് ഷിഹാബ് തങ്ങളുടെ മകൻ മുനർവലി തങ്ങളാണ്. തങ്ങൾ കുടുംബം എവിടുന്നാണ് വന്നിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഒരു ലിസ്റ്റ് തന്നെ നിങ്ങൾക്ക് കാണുമല്ലോ. അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് അറിയാമല്ലോ തങ്ങളുടെ കുടുംബം എവിടുന്നാണ് വന്നിരിക്കുന്നതെന്നുള്ളത്. ആ കുടുംബത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഇതിന് ആശംസ എഴുതിക്കൊണ്ട് പറഞ്ഞിരിക്കുന്നത്. എന്ത്? ഈ പുസ്തകത്തിൽ ഈ 253 പശു 253 ആയത്തും പ്രകാരം ഈ വന്നിരിക്കുന്ന ശ്രീകൃഷ്ണനും ശ്രീരാമനും ശ്രീബുദ്ധനും എല്ലാം 1,24,000 പ്രവാചകന്മാരിൽ പെട്ട പ്രവാചകനാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാരിസ് മദനിക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പാരിസ് മദനിയോട് ചോദിക്കുകയാണ്, എന്തിനാണ് ആരിസ് മദനി ഇത് ഞങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസത്തിന്റെ നിറവിൽ ഞങ്ങൾ മുമ്പോട്ട് യാത്ര ചെയ്യുമ്പോൾ ഈ ആരെങ്കിലും ഏതെങ്കിലും പുസ്തകം എഴുതിയെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഇരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം അതൊരിക്കലും വിശുദ്ധമല്ല എന്നും പറഞ്ഞു വരുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ വരുന്നത്? അങ്ങനെ വരേണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാള് ഏതെങ്കിലും ഒരു പുസ്തകം എഴുതിയിട്ട് ആ പുസ്തകം കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് കൈവണ്ടിയും വലിച്ചുകൊണ്ട് യാത്ര ചെയ്തു പോകുമ്പോൾ ആ യാത്ര ചെയ്ത് പോകുന്നവർ പൊക്കോട്ടെന്നേ, അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ വായിച്ചിട്ട് അവരുമായിട്ട് പറയുക. അല്ലാതെ ഈ ബൈബിൾ, ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിക്കുന്ന ബൈബിൾ ഒരിക്കലും ദൈവികമല്ല, അത് ഓരോരുത്തർക്ക് എഴുതിയ ലേഖനങ്ങളാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പശു ആർക്ക് എഴുതി? പശുവിന് എഴുതിയ? ഇരുമ്പിന് എഴുതിയ? കാരണം ഈ ഹെഡിങ് വെച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ പറയുന്നത് വിശുദ്ധ വേദപുസ്തകം മനുഷ്യർ എഴുതിയതാണെന്ന്. ശരി, മനുഷ്യർ എഴുതിയ ഞങ്ങൾ സമ്മതിച്ചു. മത്തായി ഒരു മനുഷ്യനാ, മർക്കോസ് ഒരു മനുഷ്യനാ, ലൂക്കോസ് ഒരു മനുഷ്യനാ, യോഹന്നാനും മനുഷ്യനാ. റോമാലേഖനം എഴുതിയ ലേഖനങ്ങൾ കൂടുതലായിട്ട് എഴുതിയ അപ്പോസ്തലനായ പൗലോസും മനുഷ്യനാണ്. യാക്കോബ് എഴുതിയ ലേഖനം, യാക്കോബും മനുഷ്യനാണ്. ശരി, സമ്മതിച്ചെന്നേ. ഇപ്പൊ ഈ 2-ാം അധ്യായം പശു എന്നാണല്ലോ, ഇപ്പൊ പശു എഴുതിയതാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മൃഗങ്ങളും ഇരുമ്പും തൂണും ഒക്കെ എഴുതിയ പുസ്തകമാണെന്ന് പറയേണ്ടി വരില്ല. ഗുഹ, പുക, ഇതൊക്കെ എഴുതിയതാണല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ പുസ്തകത്തെ പറ്റി പറയുമ്പോൾ എന്തോ വലിയൊരു സംഭവം പോലെ ആണ്. ഞങ്ങൾ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത് നൂലെ കെട്ടി ഇറക്കിയതല്ല. നൂലെ കെട്ടി ഇറക്കിയതല്ലെന്ന് ഞങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മനുഷ്യരിലൂടെ, അതിൽ രാജാക്കന്മാരുണ്ടായിരുന്നു, മുക്കുവന്മാരുണ്ടായിരുന്നു, അങ്ങനെ പല ആൾക്കാരും, അവരിലെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതിയതാണ് ഞങ്ങളുടെ ഇരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുന്നത്. ആ പുസ്തകം ലോകത്തിന്റെ പല ഭാഗത്തിരുന്ന് വർഷങ്ങൾ കൊണ്ട് എഴുതി തീർത്തപ്പോഴും ഒരാളിലേക്ക് മാത്രമാണ് എത്തിയത്. ആ എത്തിയ ആളുടെ പേരാണ് ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ രക്ഷിതാവായ, ഞങ്ങളുടെ കർത്താവായ, സർവശക്തനായ യേശുക്രിസ്തുവിലേക്ക് എത്തിയത്. ഇത്രയും പേര് എഴുതിയിട്ടും എത്തിയത് യേശുക്രിസ്തുവിൽ തന്നെയാണ്. അതാണ് ക്രിസ്ത്യാനിറ്റിയുടെ, അല്ലെന്നുണ്ടെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനം. ഞങ്ങൾക്ക് വചനം ജഡമായി ധരിച്ചു ഭൂമിയിലേക്ക് കടന്നു വന്ന കർത്താവായ യേശുക്രിസ്തുവിലേക്കാണ് ആരിസ് മദനി ഇവരെഴുതിയപ്പോഴെല്ലാം എത്തിയത്.
പക്ഷെ നിങ്ങൾ എഴുതിയപ്പോൾ എല്ലാം എവിടെ എത്തി? നിങ്ങളുടെ ഹദീസ് തന്നെ ഉണ്ടല്ലോ, സൊഹീഹുൽ ബുഖാരി അധ്യായം 2 ഹദീസ് നമ്പർ 11, അബൂ ഹുറൈറ നിവേദനം. എന്താണ് പറയുന്നത്? പ്രവാചകൻ അരുളി, അബൂ ഹുറൈറ പ്രവാചകൻ അരുളി, സ്വന്തം അപ്പനേക്കാളും അമ്മയെക്കാളും ബന്ധുമിത്രാദികളെക്കാളും സ്വന്തം ജനങ്ങളെക്കാളും എന്നെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾ സത്യവിശ്വാസിയാവത്തുള്ളൂ. ആര്? മുഹമ്മദിനെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ. ഇതുപോലെ ഒരെണ്ണം ഖുറാന്റെ അകത്ത് എവിടെയുണ്ടോ? 1 മുതൽ 114 അധ്യായമുള്ള ഖുറാന്റെ അകത്ത് എവിടെയെങ്കിലും ദൈവത്തെ സ്നേഹിച്ചെങ്കിലേ സത്യവിശ്വാസി ആവത്തുള്ളൂ എന്ന് പറയുന്ന ഒരു ആയത്ത് തരാൻ സാധിക്കുമോ? പക്ഷെ ഞങ്ങൾക്ക് പറയാൻ സാധിക്കും, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ആത്മാവോടെ നീ ദൈവത്തെ സ്നേഹിക്കാന്നുള്ളത്. സേവിക്കുകയല്ല, സ്നേഹിക്കാന്നുള്ളത്. ഞങ്ങൾക്ക് ദൈവത്തെ സ്നേഹിക്കാൻ പറ്റും, കാരണം ഞങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. അപ്പനും മക്കളുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ ഞങ്ങൾക്ക് ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കും. പക്ഷെ നിങ്ങൾക്കത് സാധിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പ്രശ്നം എന്ന് വെച്ചാൽ നിങ്ങൾ അടിമയും ഉടമയുമായിട്ടുള്ള ബന്ധത്തിലാണ്. അതുകൊണ്ടാണ് ഹാരിസ് മദനിയെ പോലുള്ള എല്ലാവരോടും പറയുന്നത് ദൈവ മക്കൾ എന്ന പദവിയിലേക്ക് വരാൻ വേണ്ടി ഞങ്ങൾ വിളിക്കുന്നത്. മനസ്സിലായോ? ഞങ്ങൾക്ക് എന്തെക്കാളും മരിച്ചു കഴിഞ്ഞാൽ മരണത്തിന് ശേഷം പോയി മുൻകീറിനെ നക്കീറിന്റെ അടി മേടിച്ച് കിടക്കേണ്ട കാര്യങ്ങളൊന്നും ഞങ്ങൾക്കില്ല. നിങ്ങൾക്കാണല്ലോ അത്. ആ അടിയിൽ നിന്ന്, ഖബർ ദണ്ഡനത്തിൽ നിന്ന്, ഖബർ ശിക്ഷയിൽ നിന്ന്, ഖബർ പരീക്ഷണത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ഏക മാർഗം കർത്താവായ യേശുക്രിസ്തു എന്ന നിസ്തുല്യ സ്നേഹത്തിലേക്ക് മാത്രമാണ്. കാരണം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, കർത്താവായ യേശുക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ ഉള്ളുകൊണ്ടൊന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് വിശുദ്ധ വേദപുസ്തകത്തിലുള്ളത്, അല്ല നിങ്ങളെ തള്ളിക്കളയുന്ന ഒരു ദൈവമല്ല. അതുകൊണ്ടാണ് സകല ജാതികൾക്കുമുള്ള രക്ഷയെ എന്റെ കണ്ണുകൊണ്ട് കണ്ടല്ലോ എന്ന് സക്കരിയാവ് പറഞ്ഞത്. സകല ജാതികൾക്കുമുള്ള രക്ഷയാണ് അത്. യഹൂദനെന്നില്ല, യവനെന്നില്ല, ഈ ഇന്ന അഡ്രസ് ഒന്നുമില്ല, എല്ലാവർക്കും ഉള്ള രക്ഷ എന്റെ കർത്താവായ യേശുക്രിസ്തുവിനോടാണ്. ആ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വേറെ ഒന്നുമില്ല. ഹാരിസ് മദനിയോട് പറയാണ്, എന്നെ കേട്ട മുസ്ലിങ്ങളോട് പറയാണ്, ഞങ്ങളുടെ ഇരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം അതിൻ്റെ അകത്ത് ഒരു കൈകടത്തലും കാലുകടത്തലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. പിന്നെ ശാസ്ത്രിമാരുടെ കള്ളെഴുത്ത് പോലെന്ന് പറഞ്ഞുകൊണ്ട് വരികയാണെങ്കിൽ അത് വേറെ വിഷയമാണ്. അത് കുറച്ചുകൂടെ നിങ്ങൾ പഠിച്ചിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും നല്ലത്. അത് നല്ലൊരു വിഷയമാണ്. അതെന്താണെന്ന് ഞങ്ങൾക്ക് അറിയുകയും ചെയ്യാം. അതിന്മേൽ നിങ്ങൾക്ക് ഞങ്ങളുടെ നേരെ പിടിച്ചിരിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് ഹാരിസ് മദനിയോട് പോലുള്ള എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയുകയാണ്, ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മുകളിൽ രക്ഷിക്കപ്പെടുവാൻ ഏക ഒരു നാമം, അത് സർവശക്തനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം മാത്രമാണ്. ഇവിടെ നിന്ന് മരിച്ചു കഴിഞ്ഞാൽ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിനോട് ചേരും. മനസ്സിലായോ? എപ്പോഴാണ്? കർത്താവിന്റെ വരവിങ്കൽ നമ്മൾ ക്രിസ്തുവിനോടുകൂടെ ചേരും. എന്തൊക്കെയാണ് വരുന്നിടം വരെ ഖബറിലിട്ട് അടിയോ പിടുത്തോ ബഹളോ ഒന്നുമില്ല. മരിച്ചതിന് ശേഷം പുനർജന്മം ഇങ്ങനെ പോയി അവസാനം ഒരു വെളിച്ചത്തിലേക്ക് ലയിക്കുന്ന പരിപാടിക്കും ഇല്ല. ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ കർത്താവിന്റെ സന്നിധി ഞങ്ങൾ റെസ്റ്റിലാണ്. നിങ്ങളും പറയുന്നത് അതല്ലേ? ഏതെങ്കിലും ഒരു പെൺകുട്ടി തുണിയിടാതെ കഴിഞ്ഞാൽ മരിക്കണ്ടേ വേണ്ടേന്നല്ല ചോദിക്കുന്നത്. ഞങ്ങൾ ചോദിക്കുന്നത് അങ്ങനെയല്ല, നിങ്ങൾക്ക് ക്രിസ്തുവിൽ ജീവിക്കണ്ടേന്നാ ചോദിക്കുന്നത്. മനസ്സിലായോ? വീണ്ടും ജനനം പ്രാപിച്ച് ക്രിസ്തുവിൽ ജീവിക്കണ്ടേ എന്ന് ചോദിക്കുന്ന ഉലകത്തിൽ ഒരു കൂട്ടുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന സത്യക്രിസ്ത്യാനികളായ ഞങ്ങളെപ്പോലുള്ളവരാണ്. ക്രിസ്തുവിൽ ജീവിക്കണ്ടേന്ന്. എങ്ങനെ ജീവിക്കണ്ടേ? സകല മനുഷ്യരും പാവങ്ങൾക്കായി ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ആ ക്രിസ്തുവിൽ ജീവിക്കുവാൻ നിങ്ങളെ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കാരണം സകല മനുഷ്യരുടെയും പാവങ്ങൾക്കായിട്ട് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് ഞങ്ങൾക്ക് പറയുന്നതിൽ യാതൊരുവിധ ലജ്ജയില്ല, യാതൊരുവിധ ബുദ്ധിമുട്ടുമില്ല. കാരണം അത് വിശുദ്ധ വേദപുസ്തകം രേഖപ്പെടുത്തിയിരിക്കുന്നു, പിന്നീടുള്ള ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. കാരണം യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ഇന്നും സ്വർഗത്തിൽ നിന്നും വന്നും സ്വർഗത്തിലേക്ക് തിരിച്ചുപോയ ഏക ഒരാളുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണ്. ആ ക്രിസ്തുവിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. കാരണം ഈ ഭൂമിയിൽ നമ്മൾ ചെയ്തു കൂട്ടിയ എല്ലാ പാപങ്ങൾക്കും പരിഹാരം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ മാത്രമാണ്. ആ ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുക. സർവ്വശക്തനായ ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇനിയും നമ്മൾ കാണുന്നിടം വരെ ക്രിസ്തുവിന്റെ മറവിൽ നമുക്ക് എല്ലാവരും ആയിരിക്കാം. ക്രിസ്തുവിന്റെ മറവിൽ നമ്മളെ സ്നേഹിക്കുവാൻ യേശു ക്രിസ്തുവിന് ഒരു മടിയുമില്ല. കർത്താവ് യേശു ക്രിസ്തു നിങ്ങളെല്ലാവരും സ്നേഹിക്കട്ടെ. ക്രിസ്തുവിന്റെ മറവിൽ നമുക്ക് ഇനിയും അടുത്ത എപ്പിസോഡ് കാണുന്നതിന് വരെ നമുക്ക് കാത്തിരിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.